ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ആലപ്പുഴ ട്രിപ്പ് വ്ലോഗാണ്. ഞാൻ എൻ്റെ പഴയ ഓഫീസിൽ HR ടീമിലായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ പോയ ട്രിപ്പാണ്. ഇതിൽ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഹൗസ് ബോട്ടിലാണ് ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹൗസ് ബോട്ടുകളാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് കയറിയിട്ടുള്ളൂ, എടുത്തിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്താ പരിപാടി, എന്താ സംഭവങ്ങളെന്നൊക്കെ. കയറിയിരുന്ന പാടെ എല്ലാവരും ഓരോ മുക്ക് പോയിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബോട്ട് എടുക്കും. നമ്മൾ കയറിയ ടൈമിൽ തന്നെ അവർ ജ്യൂസ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ തന്നിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. എന്നിട്ടിപ്പോൾ റെസ്റ്റിലാണ് എല്ലാവരും. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല വൈബിലിരിക്കുകയാണ്. എനിക്കിതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ ഞാൻ ഹൗസ് ബോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെയുള്ള എല്ലാം ചുറ്റുമുള്ള എല്ലാ ഹൗസ് ബോട്ട് പോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ വെറുതെ, ഇത് ഞാൻ താഴത്തെ നിലയിൽ പോയപ്പോൾ അവിടെ ജനലിൽ കൂടെ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്തത് ഫുഡ് കഴിക്കലാണ്. ഫുഡ് കഴിക്കൽ അടിപൊളിയായിരുന്നു. നല്ല കരിമീൻ, ചോറ്, കറികൾ എല്ലാം ഉണ്ടായിരുന്നു. നല്ല വിഭവസമൃദ്ധമായൊരു എന്താ പറയുക, സദ്യ പോലെയായിരുന്നു ഞങ്ങളുടെ ഉച്ചത്തെ ഭക്ഷണം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല, വേറെ ആളാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ആൾ നൈസിലെല്ലാം ട്രോളായിരുന്നു ഇരുന്നിട്ട്. കാരണം മൂപ്പരുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞല്ലോ, അപ്പം പിന്നെ ബാക്കിയുള്ളവർ ട്രോളാമല്ലോ. അങ്ങനെ ആ ടൈമിൽ ദിവ്യനൊരു ഇരയായിട്ട് കിട്ടി. അവളിങ്ങനെ ട്രോളിങ് കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മളുടെ മെയിൻ ചളിയുടെ ആശാനാണ്, ഞങ്ങളുടെ സ്വന്തം സേഫു. ആൾ വായ തുറന്നാൽ മൊത്തം ചളി മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ നല്ല വൈബാണ്. പിന്നെ ഈ നെക്സ്റ്റ് ഇരിക്കുന്ന ടീം ചീട്ട് കളിക്കുള്ള പ്ലാനറ്റിലാണ്. അപ്പോൾ ഇതവിടെ പാട്ടൊക്കെ വെച്ച് ഇരിക്കുക. കുറച്ച് പേര് അവിടെ ചീട്ട് കളിയാണ് ഓൾറെഡി. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ വെറുതെ എടുത്ത് വെക്കുകയായിരുന്നു. ഇതവിടെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ചീട്ട് കളി കഴിഞ്ഞിട്ട് കളഞ്ഞും പൊളിച്ചും കളിക്കാൻ തുടങ്ങി. അതൊന്ന് അടിപൊളി വൈബായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉഗ്ര മഴ പെയ്തു. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള സംഭവങ്ങളൊക്കെ താത്തിയിട്ടു. ഇതിനിടയ്ക്ക് എടുക്കാൻ വിട്ടുപോയതുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അന്താക്ഷരി കളിക്കുന്നുണ്ട്, ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ പറഞ്ഞു 2 പേരില്ലയെന്ന്. അവർ 2 പേരും വന്നു. അവർ ആലപ്പുഴ ഏതാ സ്ഥലം എന്ന് എനിക്കല്ല, ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടുപ്പിച്ചപ്പോൾ അവരവിടെ നിന്നാണ് കയറിയത്. പിന്നെ ഞങ്ങളിത് വെറുതെ രാത്രി ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. ഇതിൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ ചീട്ട് കളിക്കുന്നതായിരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാടെ പാട്ട് വെച്ചല്ല, ഞങ്ങൾ വെറുതെ കളിക്കുകയായിരുന്നു ഡാൻസൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീൻ പിടിക്കാൻ നിൽക്കുകയായിരുന്നു. ഇത് നല്ല ഉഗ്ര മീൻ പിടുത്തമായിരുന്നു. മീൻ പിടിക്കാൻ ഉണ്ടാൻ പാടില്ല, വെള്ളമല്ലേ, വെള്ളത്തെ അനക്കാൻ പാടില്ല. ഇത്രയും ഹൗസ് ബോട്ട് കിടന്ന് ആടിക്കിടക്കുമ്പോൾ ശാസ്ത്രീയമായ വശങ്ങളെല്ലാം ഫൈസൽ PT പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഓരോന്ന് പറയും, ഇതൊന്നും നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം ശരിയൊന്നും നടന്നില്ല. ഞാനിങ്ങനെ വെറുതെ നോക്കിയാണ്, ഞാൻ ഇതോട്ട് കണ്ടിട്ടില്ല മീൻ പിടിക്കുന്നതൊന്നും. അപ്പം എനിക്ക് കാണിച്ചു തരുമായിരുന്നു. കുറേ നേരം നോക്കിയൊന്നും കിട്ടിയില്ല, പിന്നെ നിർത്തി. ഇത് ഞങ്ങളുടെ മോനശേച്ചിയുടെ തുമ്പിക്കുട്ടിയാണ്. ഞാൻ അവളെ വെറുതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, അവൾ ആൻസറൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ടാണ് പോയത്. അവിടെ അടുത്തുള്ള ബീച്ച് തന്നെയാണ്. ചുമ്മാ പോയി ഇങ്ങനെ വെറുതെ കണ്ടു. ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് പേരൊക്കെ ബീച്ചിലൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ചുമ്മാ നോക്കിയത്. നല്ല മഴക്കാറുണ്ടായിരുന്നു.
തുമ്പി ഡാൻസ് കളിക്കുന്നിട്ട് നീച്ച വന്നു ഞാനതിപ്പോൾ എന്നെ ആൾ വഷളാക്കിപ്പിച്ചു ഗൈസ്. അവൾ കളിക്കുന്നില്ല. ഇത് പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള ഞങ്ങളുടെ പാട്ട് കച്ചേരിയായിരുന്നു. വണ്ടിയിൽ പാട്ട് വയ്ക്കുന്നവരെ കൂടെ ഒപ്പം നിർത്തി പാടുന്നു. അതായിരുന്നു പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആലപ്പുഴ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ആൾക്കാർ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അന്ന് പോയപ്പോൾ എടുത്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.